എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. വഴുതനങ്ങ വെച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതിന് ഒരു പ്രത്യേക മസാല തയ്യാറാക്കിയിട്ടാണ് ഞാൻ ഈ വഴുതനങ്ങ മസാല ഉണ്ടാക്കിയത്. ചോറിന് സൈഡ് ഡിഷായിട്ട് മാത്രമല്ല കേട്ടോ, കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കറിവേപ്പില ഏതാണ്ടൊന്ന് വറന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി വറുത്തെടുക്കണം. നല്ലോണം മൂപ്പിച്ച് വറുത്തെടുക്കണ്ട. അതിൻ്റെ മുന്നേ നമുക്കതിലേക്ക് 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതാണ് ഞാൻ 3 എണ്ണം ചേർത്തത്. കാശ്മീരി മുളകൊക്കെ ആണെങ്കിൽ 4-5 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഇതേ രീതിക്ക് നമ്മുടെ മസാലയൊക്കെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 9 വഴുതനങ്ങയാണ് എടുത്തത്. ഇതിവിടെ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലെടുക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചെടുക്കാം. ഞാനിവിടെ ഈ വഴുതനങ്ങ ഇതേ രീതിക്കാണ് മുറിച്ചെടുക്കുന്നത്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നതെന്ന് മാത്രം. ഈ വഴുതനങ്ങയൊക്കെ മുറിച്ച് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടിത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അത് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായി മുറിച്ചിട്ടതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇത് വലുതായതുകൊണ്ടാണ് 1 എടുത്തത്. ഈ സവാള നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് മുറിച്ച് റെഡിയാക്കി വെച്ച വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയും വഴുതനങ്ങ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ വഴുതനങ്ങയുടെ ഉള്ളിയുടെയൊക്കെ എല്ലാ ഭാഗത്താകുന്ന വിധത്തിൽ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഈ വഴുതനങ്ങ ഉള്ളിയൊക്കെ നല്ലോണം പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഞാനിവിടെ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടട്ടോ, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് 1-2 തവണ ഇതിൻ്റെ മുന്നേ ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തതാണ് വഴുതനങ്ങ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വഴുതനങ്ങ കുഴഞ്ഞു പോകാത്ത വിധത്തിൽ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും നമ്മൾ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുത്ത മസാല പുരണ്ട് വരുന്ന രീതിയിൽ നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് ഈ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ചൊന്ന് സെറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നിങ്ങൾ എന്തായാലും വഴുതനങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാത്തവർ വരെ കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറയുന്നതല്ല, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അങ്ങനെ നമ്മുടെ വഴുതനങ്ങയൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ കളറൊക്കെ നല്ലോണം മാറി നല്ല മൊരിയുന്ന ഒരു വിധത്തിലായി വന്നത്. മൊരിച്ചെടുക്കൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അതിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മസാലയൊക്കെ ഇവിടെ പാകത്തിന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.